അടിപൊളിയായിരുന്നു. മറ്റേ ഇത് സസ്പെൻസാണ് മൊത്തം. പൊള്ളിയാണ് പടം. ആസിഫ് അലി ഉഷാറാണ്. പടം നന്നായിരുന്നു. എല്ലാവരും ആസിഫ് അലി, അപർണ എല്ലാവരും അടിപൊളിയായിരുന്നു. പടം രക്ഷയില്ല. പൊളി. അടിപൊളിയായിരുന്നു. മറ്റേ ഇത് സസ്പെൻസാണ് മൊത്തം. പൊള്ളിയാണ് പടം. പടം നന്നായിരുന്നു. ഒരുപാട് ട്വിസ്റ്റും ടേൺസും ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ഉഷാറാണ്. അടുത്തൊരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും. എല്ലാവരും ആസിഫ് അലി, അപർണ എല്ലാവരും അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? ട്വിസ്റ്റാണ് ഭയങ്കര. സാധാരണ എന്തെങ്കിലും പറഞ്ഞ സ്പോയിലറായി പോകും. എങ്ങനെയുണ്ട് അപർണയുടെ ഒക്കെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ്. ജിത്തു ജോസഫിന്റെ മെയിൻ ഒരു ഇതുപോലെ ഉണ്ടോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ? കുറേ ട്വിസ്റ്റുകളുണ്ട്. അത് കുഴപ്പമില്ല അല്ലേ? പടം പോരാ. പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു മൂവി അല്ല. എനിക്ക് പേഴ്സണലി എനിക്ക് കഥ ആണ് എനിക്ക് വീക്കായിട്ട് തോന്നുന്നത്. കുറച്ചൊക്കെ പ്രെഡിക്റ്റബിളാണ്. പിന്നെ ഈ ട്വിസ്റ്റുകൾ പല സ്ഥലത്തും ബോറടിപ്പിച്ചിട്ടുണ്ട്. സീനുകളും ചില ഡയലോഗ് അസ്ഥാനത്തായി പോയിട്ട് തോന്നിയിട്ടുണ്ട്. ലാഗുണ്ട്. ലാഗുള്ള പടമാണ്. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഒരു പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വീക്കാണെങ്കിൽ ഉള്ള പ്രശ്നമുണ്ടല്ലോ. ട്വിസ്റ്റുകളങ്ങനെ ചിലതൊക്കെ ഇതൊക്കെ കൊള്ളാം. പക്ഷേ ഓൾ ഓവർ ട്വിസ്റ്റുകൾ കുറച്ച് ഓവറായി പോയി വേണ്ടിയിരുന്നില്ല എന്നുള്ളതൊക്കെ തോന്നലുണ്ട്. ഇല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ടൈപ്പ് ഓഫ് ആയിപ്പോയി. കാരണം നമ്മൾ അങ്ങനെയല്ലല്ലോ. ഉള്ള മൂവീസൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷകളോട് നമ്മൾ വന്നാലും ഓത്താവേണ്ട പടങ്ങളാണ് ആണല്ലോ, അറിയാമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ പോരാ. ഒരു 2.5. അത് തന്നെ പടത്തിന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗുണ്ട്. നമ്മൾ വിചാരിക്കൊരു കണ്ട സെയിം പാറ്റേണാണ് പടം. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊരു ലാസ്റ്റത്തെ ഒരു 20-25 മിനിറ്റ്സ് അതാണ് പടം നമ്മൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണം. ജിത്തു ജോസഫിൻ്റെ ഒരു സാധനം തന്നെ. ദൃശ്യം അങ്ങനത്തെ ഒരു പടം തന്നെ. ആസിഫ് അലി പറഞ്ഞ തകർത്തു. രണ്ടുപേരും അടിപൊളി പെർഫോമൻസ്. നല്ല പടം. ഫാമിലി ഒരു ത്രില്ലർ പടം. ഒരു കോമഡി അങ്ങനത്തെ ഒരു ത്രില്ലിംഗ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ഹിറ്റ് പടമായിരിക്കും.